സിഡ്നിയിലെ എംപയർ ക്ലബിലേക്ക് ആദം സാൾട്ടൺ കടന്നു വരുമ്പോൾ അയാളെയും കാത്തിരുന്നത് തൻ്റെ മുതുമുത്തച്ഛൻ അയാൾക്കയച്ച ഒരു കത്തായിരുന്നു. 1 വർഷം മുമ്പാണ് ആദം തൻ്റെ മുതുമുത്തച്ഛനെക്കുറിച്ച് ആദ്യം അറിയുന്നത്. റിച്ചാർഡ് സാൾട്ടൺ എന്ന ആ മനുഷ്യൻ അന്ന് എനിക്കയച്ച കത്തിൽ ഞാനും അദ്ദേഹവും തമ്മിലുള്ള രക്തബന്ധത്തെ ഓർമ്മിപ്പിക്കുകയും എൻ്റെ മേൽവിലാസം കിട്ടാതിരുന്നതുകൊണ്ടാണ് നാളിതുവരെ കത്തുകളൊന്നും അയക്കാൻ കഴിയാതിരുന്നതെന്നും എഴുതിയിരുന്നു. മുതുമുത്തച്ഛൻ്റെ കത്ത് അപ്രതീക്ഷിതമായി കിട്ടിയതിൽ ആഹ്ലാദചിത്തനായ ഞാൻ സന്തോഷത്തോടായതിന് മറുപടിയും അയച്ചു. എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് എൻ്റെ പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും ഞാൻ അപ്പോൾ ഓർത്തു. എന്നാൽ പല കാരണങ്ങളാൽ ആ രക്തബന്ധം സജീവമായി നിലനിർത്താൻ കഴിഞ്ഞില്ലത്രേ. പിന്നീട് തുടർച്ചയായി രസകരമായ കത്തിടപാടുകളാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. ക്ലബിലേക്ക് വന്നയുടൻ തന്നെ ഏറെ ആകാംക്ഷയോടെ ആദം മുതുമുത്തച്ഛൻ്റെ കത്ത് പൊട്ടിച്ച് വായിക്കാൻ തുടങ്ങി. ലെസ്റ്റർ ഹില്ലിലേക്ക് തന്നെ ക്ഷണിച്ചുകൊണ്ടുള്ളതാണ് കത്ത്. എനിക്ക് ആവശ്യത്തിന് സമയമുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അവിടെ തങ്ങാമെന്നും കത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കത്ത് ഇപ്രകാരം തുടർന്നു: ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ നിന്റെ സ്ഥിരതാമസം ഇവിടേക്ക് മാറ്റുമെന്ന് തന്നെയാണ്. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ വംശത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്ന 2 പേർ നീയും ഞാനും മാത്രമാണ്. അനുയോജ്യമായ സമയത്ത് എൻ്റെ അനന്തരാവകാശിയാകേണ്ടത് നീയാണ്. 1860 എന്ന മഹത്തായ ഈ വർഷത്തിൽ എനിക്ക് 80 വയസ്സ് തികഞ്ഞിട്ടുള്ള കാര്യവും നീ ഓർക്കണം. നമ്മുടെ വംശത്തിന് ഒരു നീണ്ടകാല ചരിത്രമുണ്ടെങ്കിലും അതിനും അതിൻ്റേതായ പരിമിതികളുണ്ടെന്ന കാര്യവും നീ മറക്കരുത്. നിന്റെ വരവും കാത്ത് ഞാൻ ഇരിക്കുകയാണ്. എന്നോടൊപ്പമുള്ള നിന്റെ ഇവിടുത്തെ ജീവിതം സന്തോഷപ്രദമാക്കുന്നതിന് ആവശ്യമായതെല്ലാം ഞാൻ എന്നാൽ കഴിയും വിധം ചെയ്യുന്നതാണ്. അതിനാൽ ഈ കത്ത് കിട്ടിയാലുടൻ നീ ഇങ്ങോട്ട് തിരിക്കണം. നിനക്ക് കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിനായി ഇതിനോടൊപ്പം 200 പൗണ്ടിൻ്റെ ബാങ്ക് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യുന്നു. ഉടൻ തന്നെ പുറപ്പെടുക. നമുക്കൊന്നിച്ച് ഇനിയുള്ള കാലം ജീവിതം കൂടുതൽ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കേണ്ടതുണ്ട്. നീ എനിക്ക് നൽകുന്നത് നിന്നെ കാണാനുള്ള ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണെങ്കിൽ നീ എപ്പോഴാണ് പുറപ്പെടുന്നതെന്ന് കാണിച്ചുകൊണ്ട് എനിക്ക് മറുപടി കത്ത് ഉടനെ അയക്കണം. അതിനുശേഷം നീ എത്തിച്ചേരുന്നത് പ്ലിമത്തിലോ സതാംപ്ടണിലോ അതോ മറ്റേതെങ്കിലും തുറമുഖത്തോ ആണെങ്കിൽ നീ കപ്പലിൽ തന്നെ ഇരിക്കുക. താമസം വിന ഞാൻ അവിടെ എത്തി നിന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. തൻ്റെ പേരക്കുട്ടി ഉടനെ എത്തിച്ചേരുമെന്ന് മടക്കത്തപാലിൽ തന്നെ മറുപടി കിട്ടിയതിൽ ആഹ്ലാദചിത്തനായ ആ വന്ധ്യവയോധികൻ മിസ്റ്റർ റിച്ചാർഡ് സാൾട്ടൺ ഉടൻ തന്നെ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ സർ നഥാനിയൽ ഡി സാലസിന് തൻ്റെ പേരക്കുട്ടി ജൂൺ 12 സതാംപ്ടൺ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന സന്തോഷവാർത്തയുമായി ഒരു കത്ത് തയ്യാറാക്കി തൻ്റെ വേലക്കാരനെ അങ്ങോട്ടേക്ക് അയക്കാനും മറന്നില്ല. തുടർന്ന് മിസ്റ്റർ റിച്ചാർഡ് സാൾട്ടൺ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആ ദിവസം, അതായത് ജൂൺ 12 11:40 സ്റ്റഫോർഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനിൽ കയറത്തക്കവണ്ണം വളരെ നേരത്തെ തന്നെ അവിടെ എത്തിച്ചേരുന്നതിനായി കുതിരവണ്ടി തയ്യാറാക്കി നിർത്തണമെന്ന് തൻ്റെ വേലക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. തൻ്റെ പേരക്കുട്ടിയുമായി അന്നേ ദിവസം രാത്രിയിൽ കപ്പലിൽ തന്നെ തങ്ങാനും ആ വൃദ്ധൻ തീരുമാനിച്ചിരുന്നു. അത് തനിക്കൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ എന്നാണ് ആ വൃദ്ധൻ ചിന്തിച്ചത്. ഇനി അതല്ല, തൻ്റെ അതിഥിയായി എത്തുന്നവൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് പുറത്തെ ഏതെങ്കിലും ഹോട്ടലിലാണെങ്കിൽ അങ്ങനെയും ആകാമെന്ന് അയാൾ ആലോചിച്ചുറപ്പിച്ചിരുന്നു. എങ്ങനെ ആയാലും പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിക്കാനാവും. സതാംപ്ടണിലേക്ക് പോകുന്നതിന് ഏറ്റവും മുന്തിയ ഇനം കുതിരകളെ തന്നെ തയ്യാറാക്കണമെന്നും ആവശ്യമെങ്കിൽ കുതിരകളെ ഇടയ്ക്ക് മാറുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നും അവിടെ നിന്നും വീട്ടിലേക്കുള്ള യാത്ര കൂടുതൽ സന്തോഷപ്രദമായിരിക്കണമെന്നും കാണിച്ച് സാൾട്ടൺ തൻ്റെ എസ്റ്റേറ്റ് മേൽനോട്ടക്കാരന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും മറന്നില്ല. തൻ്റെ പേരക്കുട്ടി ഇക്കാലമത്രയും ആസ്ട്രേലിയയിലായിരുന്നതിനാൽ ഇംഗ്ലണ്ടിൻ്റെ ഗ്രാമീണ ഭംഗി ഈ യാത്രയിൽ അവൻ ആവോളം ആസ്വദിക്കട്ടെ എന്നൊരു ചിന്തയും സാൾട്ടൺ ഉണ്ടായിരുന്നു. സാൾട്ടണ് തൻ്റെ യാത്രകൾക്കായി ഉപയോഗിക്കുന്ന നിരവധി കുതിരകളുണ്ടായിരുന്നു. അതാകട്ടെ ഏറ്റവും മുന്തിയ ഇനത്തിൽപ്പെട്ടതുമായിരുന്നു. ആ യുവാവിന് ഇത്തരമൊരു യാത്ര ആസ്വാദ്യമാക്കുന്നതിന് ആ കുതിരകൾ അനുയോജ്യവുമായിരുന്നു. ലഗേജുകൾ ട്രെയിൻ വഴി സ്റ്റഫോർഡിലേക്ക് അയച്ചാൽ ഒരു കുതിരവണ്ടിക്ക് അവിടെ ചെന്ന് അതെല്ലാം ശേഖരിക്കാവുന്നതുമാണ്. സതാംപ്ടണിലേക്കുള്ള യാത്രക്കിടയിൽ മിസ്റ്റർ റിച്ചാർഡ് സാൾട്ടനെ ഉത്കണ്ഠപ്പെടുത്തിയത് തൻ്റെ പേരക്കുട്ടിക്ക് അവൻ്റെ തന്നെ വംശപരമ്പരയിൽപ്പെട്ട ഒരു അടുത്ത ബന്ധുവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നതിൽ തനിക്കുള്ള അത്രയും താല്പര്യം അവനും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു. ഇത്തരം ചിന്തകളെ സ്വയം അടക്കിപ്പിടിക്കാൻ അയാൾ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. സതാംപ്ടൺ തുറമുഖത്തെ ചുറ്റി അറ്റമില്ലാതെ നീണ്ടുകിടക്കുന്ന റെയിൽവേ ലൈനുകളും
ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകളും കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യാകുലതകൾ ഇരട്ടിക്കുകയും ചെയ്തു. തുറമുഖത്തിൻ്റെ സമീപത്തായുള്ള സ്റ്റേഷനിൽ വണ്ടി വന്ന് നിന്നയുടൻ തന്നെ വാതിൽ തള്ളി തുറന്ന് ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് ചാടിക്കയറിയിട്ട് തിടുക്കത്തിൽ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മുത്തശ്ശ യാത്രയൊക്കെ? ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞത് അങ്ങ് എനിക്ക് അയച്ചു തന്ന ഫോട്ടോ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ്. കഴിയുന്നതും വേഗം മുത്തച്ഛനെ കണ്ടുമുട്ടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ സാഹചര്യങ്ങളൊന്നും തന്നെ അതിനനുകൂലമായിരുന്നില്ലല്ലോ. ഇപ്പോഴിതാ ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നു. അങ്ങയെ കാണാനായതിൽ ഞാൻ എത്രമാത്രം സന്തോഷവാനാണെന്നോ. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് വെച്ച് തന്നെ ഈ കൂടിച്ചേരലിനെക്കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ രണ്ടാളും അടക്കാനാവാത്ത സ്നേഹവാത്സല്യത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു. അങ്ങനെ കാലങ്ങളോളം കാത്തിരുന്ന ആ സമാഗമം ആഹ്ലാദത്തോടെ തന്നെ അരങ്ങേറി. തൻ്റെ മുത്തച്ഛന് ആ രാത്രിയിൽ തന്നോടൊപ്പം കപ്പലിൽ തങ്ങാനാണ് ആഗ്രഹമെന്ന് മനസ്സിലാക്കിയ കൊച്ചുമകൻ അതിനുള്ള ഏർപ്പാടുകൾ നടത്തി. മാത്രവുമല്ല, അദ്ദേഹം ഏത് സമയത്ത് എവിടെ പോകണമെന്ന് തീരുമാനിച്ചാലും തനിക്കത് സന്തോഷകരമാണെന്നും അറിയിച്ചു. തൻ്റെ ആഗ്രഹമനുസരിച്ച് തന്നെയാണ് തൻ്റെ കൊച്ചുമകനും പ്രവർത്തിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ വൃദ്ധൻ്റെ മനസ്സൊന്നു തണുത്തു. സന്തോഷാധിക്യത്താൽ ഹൃദയം പടപടാമിടിച്ചു. കപ്പലിലേക്കുള്ള അവൻ്റെ ക്ഷണം അദ്ദേഹം സസന്തോഷം സ്വീകരിച്ചു. രക്തബന്ധത്താലുള്ള ശക്തമായ സ്നേഹബന്ധം ഒന്നുകൊണ്ട് മാത്രമായിരുന്നില്ല അവർ തമ്മിലുള്ള അടുപ്പത്തിന് കാരണമെന്ന് വ്യക്തമാക്കും വിധമായിരുന്നു അവരുടെ പെരുമാറ്റം. ആ പെരുമാറ്റം കണ്ടാൽ അവർ തമ്മിൽ ദീർഘകാലം സുഹൃത്തുക്കളായിരുന്നുവെന്ന് ആർക്കും തോന്നിപ്പോകും. വളരെ കാലങ്ങളായി ശൂന്യമായിരുന്ന ആ വൃദ്ധൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ പ്രതീക്ഷയുടെ പ്രകാശനാളങ്ങൾ ഇരച്ചെത്തി. എന്നാൽ ആ യുവാവാകട്ടെ ദീർഘകാലത്തെ അലച്ചിലിനൊടുവിൽ തൻ്റെ പൂർവ്വസൂരികളുടെ മണ്ണിലേക്ക് തിരിച്ചെത്തിയതിൻ്റെയും ആ മണ്ണിൽ അയാൾക്ക് ലഭിച്ച ഹൃദ്യമായ സ്വീകരണത്തിൻ്റെയും ത്രില്ലിലായിരുന്നു. ഈ മണ്ണിൽ അയാൾ പ്രതീക്ഷയും സന്തോഷവും സാഹസികതയും സ്വപ്നം കണ്ടു. പാരമ്പര്യമായി വീണുകിട്ടുന്ന ക്രിസ്ത്യൻ പേര് വിളിച്ച് തൻ്റെ കൊച്ചുമകനുമായുള്ള രക്തബന്ധത്തിൽ അല്പം പോലും അകലം നടിക്കാൻ ആ വൃദ്ധൻ ഒരുക്കമായിരുന്നില്ല. അയാൾ തൻ്റെ കൊച്ചുമകനെ കൂടുതൽ അടുത്ത് നിർത്തുന്ന ചെല്ലപ്പേരിട്ട് വിളിക്കാൻ തീരുമാനിച്ചു. രണ്ടാൾക്കും കൂടുതൽ താല്പര്യമുള്ള പൊതുവിഷയങ്ങളെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ചതിന് ശേഷം അവർ കപ്പലിൻ്റെ ക്യാബിനുള്ളിലേക്ക് പ്രവേശിച്ചു. അകത്ത് കയറിയ ഉടൻ തന്നെ റിച്ചാർഡ് സാൾട്ടൺ തൻ്റെ ഇരു കൈകളും കൊച്ചുമകൻ്റെ തോളിലേക്ക് വെച്ചു. കാരണം ആ യുവാവിന് 27 വയസ്സ് പ്രായമുണ്ടായിരുന്നെങ്കിലും ആ മുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ യുവാവ് ഇപ്പോഴും ഒരു കുഞ്ഞു തന്നെയായിരുന്നു. കുഞ്ഞേ, നിന്നെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞതിൽ ഞാൻ എത്രമാത്രം സന്തോഷവാനാണെന്നോ. ഞാൻ എല്ലായ്പ്പോഴും നിന്നെപ്പോലൊരു മകനെ, കൊച്ചുമകനെ അടുത്ത് കാണാൻ ആഗ്രഹിച്ചു. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്നാൽ ഇപ്പോൾ ഈ വാർദ്ധക്യകാലത്ത് നമുക്കൊന്നിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നമുക്കിരുവർക്കും ഇനിയുള്ള കാലം ഒരു പുതുജീവിതത്തിൻ്റേതാണ്. അതിലേറിയ പങ്കും നിനക്ക് അവകാശപ്പെട്ടതാണെങ്കിലും എനിക്കും കുറച്ചു കാലമെങ്കിലും അതിൻ്റെ ഭാഗമാകാമല്ലോ. ഈ വക കാര്യങ്ങളെക്കുറിച്ച് നീയുമായി സംസാരിക്കുന്നതിനായി ഇക്കാലയളവ് മുഴുവൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനു കാരണമുണ്ട്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെയും എൻ്റെ ഈ വക പഴയകാല ചിന്തകളെ നിന്റെ ചെറുപ്പമുള്ള മനസ്സുമായി കൂട്ടിക്കെട്ടി നിന്നെ അലട്ടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതിന് കഴിയും. എൻ്റെ മനസ്സിലുള്ള ചിന്തകളൊക്കെ അനായാസേന നിന്നിലേക്ക് പകർന്നു നൽകാൻ എനിക്കിപ്പോഴാകും. കാരണം നിന്നെ ആദ്യമായി കണ്ട ആ നിമിഷത്തിൽ തന്നെ ഞാൻ എൻ്റെ കണ്ണുകളിൽ യഥാർത്ഥത്തിൽ കണ്ടത് എൻ്റെ മകനെ തന്നെയാണ്. ദൈവം അങ്ങനെയൊന്ന് എനിക്ക് അനുഗ്രഹിച്ച് നൽകിയിരുന്നെങ്കിൽ അവനും നീയും ഒന്നു തന്നെ ആയിരുന്നേനെ. എൻ്റെ മുത്തച്ഛ, അങ്ങ് അങ്ങനെ തന്നെ കരുതിക്കോളൂ. ഞാൻ എൻ്റെ ഹൃദയം തുറന്നു തന്നെയാണ് സംസാരിക്കുന്നത്. ആദം, അക്കാര്യത്തിൽ നിന്നോടെനിക്ക് നന്ദിയുണ്ട്. ഇത് പറയുമ്പോൾ ആ വൃദ്ധൻ്റെ ശബ്ദം ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. അവർ രണ്ടുപേരുടെയും ഇടയിൽ കുറച്ചു നേരത്തേക്ക് നിശബ്ദത ഉടലെടുത്തു. പിന്നീട് വൃദ്ധൻ തുടർന്നു, നീ വരുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ വിൽപ്പത്രം തയ്യാറാക്കി വെച്ചു. ആ നിമിഷം മുതൽക്ക് തന്നെ നിന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഞാൻ തീരുമാനിച്ചു. ഇതാ വിൽപ്പത്രം. ആദം, നീ തന്നെ ഇത് സൂക്ഷിക്കുക. എനിക്കുള്ള എല്ലാ സമ്പത്തും ഇനി നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിന് വേണ്ടി, നീ എനിക്ക് നേരുന്ന നന്മകൾക്ക് വേണ്ടി, അത്തരം ഓർമ്മകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം. ജീവിതം മധുരതരമാക്കാൻ കഴിയുമെങ്കിൽ ഇനിയുമുള്ള നിന്റെ ജീവിതം സന്തോഷപ്രദമായിരിക്കുമെന്ന് നിസ്സംശയം പറയാനാവും. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നമുക്ക് കിടക്കാം. നമുക്ക് അതിരാവിലെ തന്നെ പുറപ്പെടേണ്ടിയിരിക്കുന്നു.
നാം നടത്തേണ്ടത് ഒരു ദീർഘയാത്ര തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിനക്ക് വണ്ടി ഓടിക്കുന്നതിന് വൈമുഖ്യമൊന്നും ഇല്ലെന്ന് തന്നെയാണ്. വില്യം 4-ാമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് നിന്റെ മുതുമുത്തച്ഛന്മാരിൽ ഒരാൾ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അക്കാലത്ത് തന്നെ ഏറ്റവും മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളതാണ് ആ കുതിരവണ്ടി. അതിപ്പോഴും യാതൊരു കുഴപ്പവും കൂടാതെ സംരക്ഷിച്ചു വരുന്നു. എൻ്റെ കാലത്ത് കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കിയിട്ടുണ്ടെന്ന് മാത്രം. ഞാൻ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വണ്ടി തന്നെ എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുതിരകളാകട്ടെ ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ടതും എൻ്റെ സ്വന്തം ലായത്തിൽ തന്നെ വളർത്തിയെടുത്തതുമാണ്. വഴിയിൽ അവയെ മാറ്റുന്നതിനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നിനക്ക് കുതിരകളെ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലങ്ങളായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളിലൊന്നാണ് കുതിരകൾ. മുത്തച്ഛ, കുതിരകളെ എനിക്കും വലിയ ഇഷ്ടമാണ്. എനിക്കും വളരെയേറെ കുതിരകൾ സ്വന്തമായിട്ടുണ്ട്. എനിക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ എൻ്റെ പപ്പ എനിക്ക് ധാരാളം കുതിരകളുള്ള ഒരു ഫാം ഹൗസ് തന്നെ സ്വന്തമായിട്ട് തന്നു. ഞാൻ തന്നെയാണ് അത് നോക്കി നടത്തുന്നത്. ഇപ്പോൾ ആ കുതിര ഫാം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഞാനിങ്ങോട്ട് യാത്ര തിരിക്കുന്നതിനും തൊട്ടു മുമ്പായി എൻ്റെ ലായം സൂക്ഷിപ്പുകാരൻ എനിക്ക് നൽകിയ കണക്ക് പ്രകാരം എൻ്റെ ഫാമിലെ കുതിരകളുടെ എണ്ണം ഏതാണ്ട് 1000 കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അവറ്റകളെല്ലാം തന്നെ നല്ല ആരോഗ്യവാന്മാരുമാണ്. എൻ്റെ കുഞ്ഞെ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നമ്മെ തമ്മിൽ കൂട്ടിയിണക്കുന്ന മറ്റൊരു കണ്ണി കൂടിയാണത്. ഏറെ സുന്ദരമായ ഈ നാടിനെ അങ്ങയോടൊപ്പം നടന്നു കാണാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ കുട്ടി, ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഈ യാത്രയ്ക്കിടയിൽ ഞാൻ നിന്റെ ഭാവി ഭവനത്തെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും പറഞ്ഞു തരുന്നതാണ്. നമ്മൾ സഞ്ചരിക്കുന്നത് പഴയകാലത്തെ പ്രൗഢിയും സൗന്ദര്യവും കുടികൊള്ളുന്ന ഇംഗ്ലണ്ടിൻ്റെ ഗ്രാമീണ മേഖലയിലൂടെയാണ്. എൻ്റെ മുത്തച്ഛനും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു യാത്രകൾ നടത്തിയിരുന്നത്. വളരെ നന്ദിയുണ്ട് മുത്തച്ഛ. ഞാനും വല്ലപ്പോഴുമൊക്കെ കുതിരയുടെ കടിഞ്ഞാൺ കയ്യിലെടുത്തോട്ടെ? ആദം, നിനക്ക് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ആകാം. കാരണം എല്ലാം ഇപ്പോൾ നിന്റെ അധീനതയിൽ തന്നെയാണ്. മുത്തച്ഛ, താങ്കൾ എത്രമാത്രം കാരുണ്യവാനായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. ഒരിക്കലുമല്ല കുഞ്ഞെ. ഇതെല്ലാം പ്രായം ചെന്ന ഒരു മനുഷ്യൻ്റെ സന്തോഷം മാത്രമാണെന്ന് കൂട്ടിക്കോളൂ. ജീവിതത്തിൻ്റെ ഈ അവസാന കാലത്തെങ്കിലും ഈ വൃദ്ധൻ്റെ ഭവനത്തിലേക്ക് ഒരു അനന്തരാവകാശി എത്തിച്ചേർന്നതിൻ്റെ സന്തോഷം. അതെന്തെങ്കിലും ആകട്ടെ. സമയമേറെ ആയിരിക്കുന്നു. നമുക്കിപ്പോൾ കിടക്കാം. ബാക്കി കഥകളൊക്കെ നാളെ പ്രഭാതത്തിൽ പറഞ്ഞു തരുന്നതാണ്.